മൂന്നാമത്തെ എപ്പിസോഡ്. ഏ ആ വിദ്യാപൂജയും വിഗ്രഹാരാധന, ശാഠ്യം. പണ്ടൊരു പാസ്റ്റർ പ്രസംഗം ചെയ്യാൻ കേട്ടിട്ടുണ്ട്. എനിക്കത് വലിയ സന്തോഷമായി. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുരുതരമായൊരു ശാഠ്യം എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടത്. നമ്മൾ ചുമ്മാ പറയുക ഇല്ലെന്ന്. ഇടയ്ക്കിടയ്ക്കൊക്കെ ശാഠ്യം കയറി വരും. സൂക്ഷ്മതയോടെ നോക്കി നമുക്ക് മനസ്സിലാവുമോ? ചില കാര്യങ്ങൾ ഒരു പിടിവാശി നമുക്കില്ലേ ഇല്ലേ 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 ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഉണ്ട്, എല്ലാവർക്കും. ഇവിടെ എൻ്റെ കാര്യം പറയാം, എനിക്കുണ്ട്. ഏതെങ്കിലും സാധനങ്ങൾ അത് തന്നെ വേണം, വേറെ ഒന്നായാലും എന്താ? അത് അങ്ങ് മോഹിച്ചു വന്നുകൊണ്ട് അത് ചാട്ടിയോ? അത് ഇപ്പൊ നമുക്ക് പോകാനായിട്ടൊരു കാറ് വേണം, ഒരു കാറ് കിട്ടിയാൽ പോയി. ഇന്ന് തന്നെ വേണമെന്നുള്ളത് നിർബന്ധം എന്താ? അതൊരു ചാട്ടിയല്ലേ? അതിനുവേണ്ടി ലോൺ എടുക്കുന്നു. ലോൺ അടയ്ക്കാൻ വിഷയമില്ലാതെ വരുമ്പോൾ പാസ് ലോൺ മുറുകി ഒരു 3-4-5 അടവുകൾ പാസ് പ്രാർത്ഥിക്കുക. എന്ത് പ്രാർത്ഥിക്കരുത്, വലിയ ദൂരമൊക്കെ നടത്തി. സ്വത്രം. അതൊക്കെ ശാഠ്യത്തിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളാണ്. പല കാര്യങ്ങളും നമ്മൾ ശഠിക്കുന്നവരാണ്. അത് പാടില്ല. ദൈവഹിതമാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എക്കണോമിക് അനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങാവുള്ളൂ. കടമെടുത്ത് ലോൺ എടുത്തൊക്കെ വാങ്ങിയിട്ട് അവസാനം കിടന്ന് ചക്കര ശ്വാസം വലിച്ചിട്ട് സ്വത്രം. അല്ലെങ്കിൽ അഥവാ വാങ്ങിയെങ്കിൽ ശാന്തമായിട്ട് അടച്ചോണ്ടി. ഒരു കുറ്റമൊന്നും പറയരുത്. ശാന്തമായിട്ടത് ആ കാര്യം മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കാതെ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ ഞെരുക്കത്തിലാണ്, പ്രയാസമാണ്, ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ വക പോലും ഇല്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയും. നമ്മുടെ ശാഠ്യത്തിൽ നിന്നാണ് ആ വാക്കുകൾ വരുന്നത്. ശാഠ്യം. ആ വാക്യം ഒന്നുകൂടി വായിച്ചാട്ടെ. ശ്രേഷ്ഠ കാര്യങ്ങൾ അതിന് പഠിക്കാനുണ്ട്. ശാഠ്യം, മത്സരം, ആഭിചാരദോഷം പോലെ. ശാഠ്യം, മിഥ്യാപൂജ പൂജ നടത്തുക. അടുത്ത വിഗ്രഹാരാധനയും പോലെയാകുന്നു. ഏതൊക്കെ കാര്യങ്ങളാ? ശാഠ്യവും മത്സരവും. എനിക്ക് നിങ്ങൾക്കുണ്ടോ സ്വഭാവം? ഇസ്രായേൽ മക്കൾക്കുണ്ടായ ആ സ്വഭാവം നമുക്കറിയാം. ആ പഴയ നിയമത്തെ ആളുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇഷ്ടം പോലെ ഈ ശാഠ്യവും വിദ്യാപൂജ അവർക്കുണ്ടായി. അതാണ് പൗലോസ് പറയുന്നത്, 5 അക്ക പാപത്തെ നിരത്തിയെടുത്തിട്ടാണ് പറയുന്നത്. എന്താണ്? സ്തോത്രം. ഈ 5 അക്ക പാപങ്ങൾ അവരെ എന്ത് ചെയ്തു? നശിപ്പിച്ചു കളയാനിടയാക്കി. സ്തോത്രം. അതിൽ ഒന്നാമത്തെ പാപം നമ്മൾ ചിന്തിച്ച എന്താണ്? ദുർമോഹം. രണ്ടാമത് വിഗ്രഹാരാധന. അതുകൊണ്ട് ദൈവമക്കളെ, ശാഠ്യവും മത്സരവും പിടിവാശിയും ഇതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്ക് പാടില്ല. കർത്താവ് ഏത് സാഹചര്യത്തിലൂടെ നടത്തിയാലും സന്തോഷത്തോടെ മുൻപോട്ട് പോകാൻ നമ്മൾ മനസ്സുള്ളവരായിരിക്കണം. സ്തോത്രം. അതിലപ്പുറം നമ്മൾ ചെയ്താൽ അതൊരു ശഠിക്കലാണ്, ശാഠ്യമാണ്, അത് മിഥ്യാപൂജയാണ്, അത് വിഗ്രഹാരാധനയാണ്, അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ഇസ്രായേൽ ജനം പട്ടുപോകാനിടയായ പ്രധാന പാപങ്ങളിൽ ഒന്നാണ് എന്താണ്? വിഗ്രഹാരാധന. അടുത്ത പോയിന്റിലേക്ക് വരിക. നമ്മുടെ സമയം മുമ്പോട്ട് പോയി. വായിച്ചാട്ടെ. സ്തോത്രം. അവരിൽ ചിലത് പരസംഗം ചെയ്ത് പരസംഗം ചെയ്യരുത്. സ്തോത്രം. എന്താണ് ഈ പരസംഗം? പരസംഗം എന്താ? നമുക്കറിയാം. അത് തെളിച്ച് ഞാൻ നമ്മൾ പറയുന്നില്ല. ക്രിസ്തുവിനെ വിട്ടുപോകുന്നത് എന്താണ്? 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2, 3, 4 വാക്യങ്ങൾ വായിച്ചാൽ 2-3 വായിച്ചാൽ മതി. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2, 3 വാക്യങ്ങൾ വായിക്കാം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 11-ന്റെ 2-3 മാത്രം വായിച്ചാൽ എരിയുന്നു. അടുത്ത എന്നാൽ സർപ്പം ഹവ്വായി ഉപായത്താൽ ധരിച്ചതുപോലെ നിങ്ങളുടെ മനസ്സിൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതൊരു പ്രസംഗം, ആത്മീയ പ്രസംഗം. ക്രിസ്തുവിനെ വിട്ട് നമ്മുടെ ഹൃദയം പോവുക. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുക? കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന പത്രോസോടെ പഠിപ്പിക്കുന്നു. ഇവിടെ നമ്മുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു. ക്രിസ്തു ആരാ? മണവാളനാ. നമ്മളാരാ? മണവാട്ടിയാകേണ്ടവരാ. അപ്പൊ ആ മണവാളനോടുള്ള അനുരാഗത്തിലായിരിക്കണം നമ്മുടെ ഹൃദയം. മണവാളനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം. സാധാരണ
ഒരു വിവാഹ നിശ്ചയം ചെയ്ത ഒരു പെൺകുട്ടിയെക്കുറിച്ച് വിവാഹ നിശ്ചയം 15-ാം തീയതി നടന്നു. വിവാഹം 20-ാം തീയതി നടക്കുമെന്ന് വിചാരിക്കുക. 5 ദിവസത്തിൻ്റെ ഗ്യാപ്പിട്ട്. ഈ 5 ദിവസം ഈ കൊച്ചിൻ്റെ ചിന്ത എന്തായിരിക്കും? ഇതിനിടയിൽ വേറെ ഒരു വൈറസ് പോലെ കയറി വന്നാൽ എന്താ സംഭവിക്കും? കല്യാണം നടക്കത്തില്ല. അതുപോലെ കർത്താവ് മണവാളനാകുന്ന ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന പുതിയ നിയമസഭ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയം ആ ക്രിസ്തുവിലുള്ള ഏകാഗ്രതയും, അടുത്തെന്താ? നിർമ്മലത. ചേസ്റ്റ് വെർജിൻ എന്നാണ് നിർമ്മല കന്യയ്ക്ക് പറയുന്ന ഇംഗ്ലീഷ് പദം. ചേസ്റ്റ് വെർജിൻ്റെ ഡിക്ഷണറി പദം ഞാൻ നോക്കിയപ്പോൾ മനസ്സ വാച കർമ്മണ ഒരു അന്യപുരുഷനെ ചിന്തിക്കാത്ത ആൾ, ധ്യാനിക്കാത്ത ആൾ, വിചാരിക്കാത്ത ആൾ, നോക്കാത്ത ആൾ. കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞു. വിവാഹ നിശ്ചയം എന്ന് കഴിഞ്ഞു. പൗലോസ് ലേഖനം എഴുതുമ്പോൾ കഴിഞ്ഞു അല്ലേ? ശരിക്കും അങ്ങനെ ചിന്തിച്ചാൽ അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ആവശ്യം നോക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, നമ്മുടെ വിവാഹ നിശ്ചയം എപ്പോഴാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ദൈവബന്ധത്തിലായി തീർന്ന അന്ന് കർത്താവുമായിട്ടുള്ള വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു മണവാട്ടിയാണെന്ന് പറയാൻ പറ്റും. പിന്നെ ആരാ? പൗലോസ് എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? നിർമ്മലകന്യക. ആ പദം വിട്ടുപോയാൽ പോയി. നിർമ്മലകന്യക. ഈ നിർമ്മലകന്യക നിർമ്മലത്വം കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? മണവാട്ടി പദത്തിൽ ചെന്നെത്തത്തുള്ളൂ. നമ്മൾ മണവാട്ടികൾ ഇപ്പം നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ചിലർ ഒരു ഗ്രൂപ്പുണ്ട്, നമ്മൾ മണവാട്ടികളാണ് നമ്മൾ പാടിക്കൊണ്ടിരിക്കുക. എൻ്റെ പൊന്നെ മണവാട്ടികളല്ല, മണവാട്ടിയാകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചേസ്റ്റ് വെർജിൻ നിർമ്മലകന്യക. മണവാട്ടി ആയിട്ടില്ല, വിവാഹം ഇപ്പോൾ ഒരു മണവാളനും മണവാട്ടിയും കൂടി വിവാഹം കഴിഞ്ഞ് അടുത്ത് ഒരു വീട്ടിൽ വിരുന്ന് വന്ന് പോകാൻ നേരത്തെ ഒരു പറയുന്നത്, ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇവരുടെ കല്യാണം, ആ മണവാളൻ മണവാട്ടി ആ പോകുന്നുണ്ട്. അവരുടെ തന്നെ വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് ഒരു പറയും, അത് ആ പോകുന്ന മണവാളൻ മണവാട്ടി പറയുമോ? ഇല്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെണ്ണും ചെറുക്കണമെന്ന് മാത്രമേ പറയത്തുള്ളൂ. അതാണ് എൻ്റെ ലോജിക്കൽ. എന്നപോലെ നമ്മളിപ്പോൾ അങ്ങ് അവസ്ഥയിലാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ചൊരു ദൈവവേദലായപ്പോൾ നമ്മൾ ആരായി മാറി? ഒരു മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിത്വമായി നമ്മൾ തീർന്നു. അങ്ങനെ തീർന്നിരിക്കുന്ന നമ്മൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുകളഞ്ഞാൽ ഇതെങ്ങനെയാണ് വഷളാകുന്നത്? ഒരു ദിവസം ഒരു പാസ്റ്ററിനോട് ചോദിക്കുക, എന്നെക്കാള് 10 വയസ്സിനെങ്കിലും മൂപ്പുള്ളൊരു പാസ്സാണ്. പാസ് എങ്ങനെയാണ് വഷളാകും? എങ്ങനെയാണ് വഷളാകും? ഞാൻ പറഞ്ഞ ആ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. നമുക്കൊന്ന് വായിച്ചോട്ടെ. 4-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 11-ന്റെ 4-ാം വാക്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ എല്ലാവരും. അല്ലല്ല, ഒരുത്തൻ വന്നു നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ആശ്ചര്യം. എന്ത് മനസ്സിലായി? എന്തോ ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ഞാൻ ഈ കർത്താവിനെ വെളിപ്പെടുത്തുന്നുണ്ട്. അവര് പ്രസംഗിച്ചു വെച്ച ആ മെസ്സേജും ആ സന്ദേശങ്ങളും ആ ആശയങ്ങളും ആ ഉപദേശങ്ങളും അതങ്ങനെ തന്നെ പ്രസംഗിക്കപ്പെടണം. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന്, അതെവിടെയാ? ഗലാത്യർ 1:6 മുതൽ വാക്യം. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, അത് വിട്ടോ, ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു അപ്പം ഞാൻ ചിന്തിക്കാം, എൻ്റെ പൊന്നെ, പൗലൂസിനും പത്രോസിനും യോഹന്നാനും യാക്കോബിനും യൂദയ്ക്കും അപ്പോസ്തലന്മാർക്ക് പോലും അത് മാറ്റി പറയാൻ പറ്റാതിരിക്കെ പിന്നെ ആർക്കാണിത് മാറ്റി പറയാനുള്ള അവകാശം തന്നത്? ആര് തന്നു? സാത്താൻ കൊടുത്തിരിക്കുക പലർക്കും. പൗലൂസ് പറഞ്ഞു ഞങ്ങളാകട്ടെ. ദൈവമക്കളെ, ഇതിനൊക്കെ സീരിയസ് ആയിട്ട് കാണുക. ഇസ്രായേൽ മക്കൾ വഴിയിൽ പട്ടുപോയതും അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയതിൻ്റെ പ്രധാന കാരണം നമ്മൾ ചിന്തിക്കുകയാണ്. അവർ വഷളാന്മാരായി പോയി, അവർ പരസംഗത്തിലേക്ക് പോയി, അവർക്ക് സ്തോത്രം, അവർ യഹോവ ഞാൻ ചോദിക്കട്ടെ,
ഈ യിരെമ്യാ പ്രവചനം, ആ ഭാഗത്തേക്ക് പോകുന്നില്ല, സമയം എൻ്റെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട്. യിരെമ്യാ പ്രവചനം നമ്മൾ പഠിച്ചു വരുമ്പോൾ കർത്താവിനെ, യഹോവയായ ദൈവത്തെ ഇസ്രായേലിന് ആരായിട്ടാണ് കണ്ടേ? പറ, അറിയാം, സംഭവം അറിയാം, അതിലുണ്ട്. ഭർത്താവായിട്ടാണ് കണ്ടത്. ശരിയല്ലേ? ഭർത്താവായിട്ടാ. ഞാനല്ലയോ നിങ്ങളുടെ ഭർത്താവ്. പുതിയ നിയമത്തിൽ അത് തന്നെയല്ലേ? കർത്താവ് നമ്മുടെ ആത്മമണവാളൻ. കണ്ടോ ആ പഴയ നിയമം പുതിയ നിയമത്തിലുള്ള കമ്പയർ സ്റ്റഡി. അപ്പോൾ അവർ യഹോവയെ ദൈവം വിട്ടുപോയപ്പോൾ അവരാരായി? ഒരു വഷളായ ഒരു കന്യകയായി. ആ വഷളായ കന്യകയെന്ന് തന്നെ യിരെമ്യാ പ്രവചനം, യെഹെസ്കേൽ പ്രവചനം, യെശയ്യാ പ്രവചനം ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകാൻ സമയം നമ്മുടെ മുമ്പിലില്ല. അവരങ്ങനെ വഷളായി ലോകത്തിലെ സകല ജാരന്മാരുമായിട്ട് ബന്ധം സ്ഥാപിച്ച് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ ചെയ്ത ഏറ്റവും വലിയ ഗുരുതരമായൊരു കൊടിയ പാപം, അവർ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു? പറഞ്ഞേ, അഗ്നിപ്രവേശനം ചെയ്യിച്ചു. അങ്ങനെ പറയണം, മഹാഭാരത അഗ്നിപ്രവേശനം ചെയ്യിച്ചു, തീയിലിട്ട് കൊന്നുകളഞ്ഞോ. നമ്മളാരും അത്രയും കടുകയിൽ ചെയ്യത്തില്ലല്ലേ? ലോകമനുഷ്യൻ പോലും ചെയ്യത്തില്ല. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ പാപം എത്ര വലുതാണെന്ന് വെച്ചു. അന്യദേവന്മാരിലേക്ക് അവരുടെ ഹൃദയം ചാഞ്ഞ് ശലോമന്റെ വിക്കറ്റ് പോകാനുള്ള കാരണം എന്താ? ബഹുഭാരിത്യമാണോ? 700-300 ആണോ? അല്ല, അതായത് അതെ, ശലോമന്റെ ഭാര്യമാർ സേവിച്ച വിഗ്രഹാരാധനയിലേക്ക് യഹോവയായ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ശലോമൻ എന്ത് ചെയ്തു? അവന്റെ ഹൃദയം ഇഴുകിച്ചേർന്നു. സ്തോത്രം. അവരുടെ പ്രബോധനം കേട്ടു, അവരുടെ വിഗ്രഹാരാധന, ജാതീയ ഭാര്യമാര് സേവിച്ച വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടാൻ ശലോമൻ പോയി. ഞാൻ ചോദിക്കട്ടെ, ഈ പഴയ നിയമത്തില് ഈ പുള്ളിയെപ്പോലെ വേറെ കഥാപാത്രം ഉണ്ടോ? ഉണ്ടോ? ശലോമന്റെ സൂക്തത്തിൽ നിന്ന് പ്രസംഗിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രാസംഗികനുണ്ടോ? എത്ര ജ്ഞാനികളുടെ ജ്ഞാനിയായ മനുഷ്യനാണ്. ഇന്നത്തെ പാസ്റ്റർമാര് PhDയും VTHും MTHും CTHും ഒക്കെ എടുത്തു കിടന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ മനസ്സിലാക്കിക്കോണം ഇത്. കാരണം വലിയ ജ്ഞാനം ലഭിച്ച മനുഷ്യനാണ്, പക്ഷേ ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായി ചീട്ടുകൊട്ടാരം പോലെ ശലോമൻ തകർന്നു. ശലോമന്റെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ട്, സകലതും വാനിറ്റി, ഓൾ വാനിറ്റി, മായ 10-30 പ്രാവശ്യം ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. സകലതും മായ, സൂര്യന് കീഴേ ഉള്ള സകലതും ഞാൻ കണ്ടു, എൻ്റെ കണ്ണ് കണ്ടു, എൻ്റെ ഹൃദയം ആഗ്രഹിച്ചു, എല്ലാം ഞാൻ അനുഭവിച്ചു, ഇതെല്ലാം മായ എന്ന് പറഞ്ഞ് നമ്മളെ പ്രബോധിപ്പിച്ച് നമ്മളെ ദൈവത്തോട് അടുപ്പിച്ച ഈ മനുഷ്യൻ തകർന്ന് തരിപ്പണമായി പോയി. പരസനം. അതാ പൗലോസ് എടുത്ത് പറയുന്നത്, അവരെ പോലെ നാം പരസനം ചെയ്യും. ഇനി ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി, അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന ഉപദേശത്തിന് വിപരീതമായി ആരെങ്കിലും അറിയിച്ചാൽ, ആ ഉപദേശം കേട്ടാൽ സഭ ആരായി മാറും? ശപിക്കപ്പെട്ടവരായി മാറും. ഇപ്പൊ പഠിക്കുന്ന വെച്ച് പരസംഗത്തിലേക്ക് പോകും. ക്രിസ്തുവിനെ വിട്ടു പോവുക. ക്രിസ്തുവിനെ വിട്ടാൽ പിന്നെ ഏത് ക്രിസ്തുവാണുള്ള? തീർന്നില്ലേ? അന്തിക്രിസ്തുവായിട്ട് നമുക്ക് വല്ല ബന്ധമുണ്ടോ? പേര് തമ്മിൽ കേൾക്കുമ്പോൾ ക്രിസ്തു എന്നൊക്കെ തോന്നുമെങ്കിൽ സംഭവം ചീട്ട് കീറുന്ന പാർട്ടിയാണ് അത്. ആന്റി ക്രൈസ്റ്റ്. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളാരും അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ച ഉപദേശത്തിൻ്റെ വരവണ്ണം വിട്ട് നമ്മളാരും പോകരുത്. അങ്ങനെ പോയാൽ നമ്മൾ ക്രിസ്തുവിന് വിട്ടു പോകും. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളന്മാരുടെ ലിസ്റ്റിൽ നമ്മൾ അങ്ങനെ ആയിക്കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയുണ്ടോ വെച്ചാൽ, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, ബൈബിൾ സ്റ്റഡിയുണ്ട്, കൺവെൻഷൻ പ്രസംഗമുണ്ട്, സകല പരിപാടിയുണ്ട്. പക്ഷെ സംഗതി ചീട്ട് കീറി കയ്യിലോട്ട് തരും. ഓൾറെഡി മേടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മളൊരിക്കലും അനുവദിക്കരുത്. ക്രിസ്തുവിനോട്ട് പോകരുത്. റോമാലേഖനം 7-ാം അധ്യായം ഒന്ന് വായിച്ച്, കുറച്ചൊന്ന് വായിച്ച് ഇവിടെ കേൾക്കണം. പാസ് പോയപ്പോൾ പിന്നെ കുറച്ച് വായിക്കാനായിട്ടായിരുന്നു. കുറച്ച് വായിക്കാം. 7:1 മുതൽ. ആമേൻ. അടുത്ത് അടുത്ത്
മകളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായ വ്യഭിചാരിണി എന്ന് പേർ വരും. ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ ദാസനായി ദാസിയായി ജീവിച്ചിരിക്കുമ്പോൾ വേറൊരു പുരുഷനായാൽ എന്ത് പറ്റി? അത് ഏത് വിഷയമായിട്ട് ബന്ധിപ്പിച്ച് പഠിപ്പിക്കുക? ന്യായപ്രമാണം. ന്യായപ്രമാണത്തിൽ നമ്മൾ വേർപിരിച്ചെടുത്തു കർത്താവ്. ക്രിസ്തുവിന്റെ ദാസനായി, ക്രിസ്തുവിന്റെ ദാസിയായി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന അനുസരിച്ച് കർത്താവിന്റെ മണവാട്ടിയായി. ഇനി നമ്മൾ ആ ന്യായപ്രമാണത്തിലേക്ക് പോയാൽ എന്ത് പറ്റും? ക്രിസ്തുവിന് വിട്ടുപോകുക, ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ വിട്ടുപോകുക, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിടുക ചെയ്യുന്നത്. അപ്പോൾ വഷളാകുക ചെയ്യുന്നത്. ആ വഷളായ സഭയെ ചേർക്കാൻ കർത്താവ് വരുന്നില്ല, കൈവിടപ്പെട്ടു പോകും. ഒരു വലിയ സബ്ജക്റ്റാണിത്, നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. നമ്മൾ കൈവിടപ്പെട്ടു പോകാനുള്ള പ്രധാന കാരണം ക്രിസ്തുവിന്റെ ദാസനായി ദാസിയായി നമ്മൾ ജീവിക്കണം. ആരായിരുന്നു നേരത്തെ പറഞ്ഞ പദമനുസരിച്ച്? പാപത്തിന്റെ ദാസന്മാരായിരുന്നു. പഠിപ്പിച്ച ഉപദേശം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി ദൈവത്തിന്റെ ദാസനും ദൈവത്തിന്റെ ദാസിയുമായ സ്ഥാനത്ത് ഇനി നമ്മൾ വേറൊരു വ്യവസ്ഥിതിയിലേക്ക്, വേറൊരു പ്രമാണത്തിലേക്ക് പോകുമ്പോൾ അത് ക്രിസ്തുവിനെ വിട്ടു പോകുകയാണ്. അത് ആത്മീക പരസംഗമാണ്. പറയാതിരിക്കാൻ നിർത്തിയില്ല. പലരും അത് ഗൗരവത്തോടെ കാണുന്നില്ല. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും വിഷയമല്ല. അതൊന്നും ഒരു വിഷയമല്ല, അതൊന്നും ഒരു കുഴപ്പമുണ്ട്, വിഷയമുണ്ട്. നമ്മൾ ഹൃദയം അങ്ങോട്ട് ചായാൻ പാടില്ല. കാരണം മണവാളം വരുന്നവരെ മണവാളനെ ഓർത്തിരിക്കണം, മണവാളനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം, മണവാളം പറഞ്ഞതനുസരിച്ച് ജീവിക്കണം. കർത്താവിൻ്റെ കൂടെ നടന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല, അതിനെക്കുറിച്ച് വചനം പറയുന്നത് എന്താ? തോഴ്മക്കാര്. കേട്ടില്ലേ? തോഴ്മക്കാർ. ഈ തോഴ്മക്കാർ കർത്താവിൻ്റെ ഹൃദയം അറിഞ്ഞവരാണ്. അതാ അപ്പോസ്തലന്മാർ. ക്രിസ്തുവിൻ്റെ ഹൃദയം അറിഞ്ഞവരാ. അവർ ക്രിസ്തുവിൻ്റെ ഉപദേശം കേട്ടവരാ, അതവരനുസരിച്ചവരാ. 1 യോഹന്നാന്റെ ലേഖനം 1:1 മുതൽ 4-6-7 വാക്യം പഠിച്ചു വരുമ്പോൾ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ നോക്കി. അപ്പോൾ അവർ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതൊക്കെ നമുക്ക് എഴുതി തന്നിരിക്കുക. എന്തിനാണ് എഴുതി തന്നിരിക്കുന്നത്? കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക്. അപ്പോൾ അവർ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതൊക്കെ നമുക്ക് എഴുതി തന്നിരിക്കുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനാണ്. അതിനിടയിൽ ഒരുത്തൻ വന്ന് ഇതൊക്കെ ആരാച്ചായി മുഖോലേക്ക് എടുക്കുന്നതായിരിക്കും. വേറൊരാൾ വന്നാൽ അന്യത ഉപദേശത്തിലേക്ക് പോയി. അപ്പോൾ പരസംഗം സംഭവിക്കുക. അവരാക്ഷരിക പരസംഗം ചെയ്തു, 1 അല്ലേ. 2, അവർ ആത്മീയമായി യഹോവയെ വിട്ടുപോയി. അവർ വിഗ്രഹാരാധികളായി, അവർ പാപം ചെയ്യുന്നവരായി. സ്തോത്രം. വിഗ്രഹാരാധന ചെയ്ത് സ്വന്തം കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശനം ചെയ്യിച്ചു എന്നാണ് പ്രവാചകൻ പറയുന്നത്. യെഹെസ്കേല് സ്വന്തം കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശനം ചെയ്യിച്ചു. ദൈവത്തിൽ നിന്ന് വിട്ടുപോയി. അവിടെ ഹൃദയം വിഗ്രഹാരാധനയിലേക്ക് പോയി. ഞാൻ ചോദിക്കട്ടെ, തേജോമനായ ദൈവത്തിന്റെ പ്രമാണം ലഭിച്ച ഇസ്രായേൽ മക്കൾ ഈ കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശനം ചെയ്യിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? അത് എത്ര കൊടിയ പാപമാണ്. അവർ ദൈവത്തെ വിട്ടുപോയില്ല, അതുകൊണ്ടല്ലേ സംഭവിച്ചത്. അതല്ലേ ഈ 1 കൊരിന്ത്യർ 10 പൗലോസ് എടുത്ത് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളാരും ആ കൊടിയ പാപത്തിലേക്ക് എടുത്ത് ചാടാൻ ഇടവരരുതെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം. കഷ്ടങ്ങൾ വരും, നഷ്ടങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, പ്രയാസങ്ങൾ വരും, പോരാട്ടങ്ങൾ വരും, വെല്ലുവിളികൾ വരും, രോഗങ്ങൾ വരും. കർത്താവിൻ്റെ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. യോശുവയുടെ പുസ്തകം 1-ാം വാക്യം ഒന്ന് വായിച്ചു. യോശുവയുടെ പുസ്തകം 1:7. ഈ പറയുന്ന വാക്യങ്ങൾ ദയവായി നിങ്ങൾ കുറിച്ചിടുകയും കൂടി ചെയ്യണം. യോശുവ 1:7 വായിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ
ആരോട് പറയുക? യഹോവയായ ദൈവം യോശുവോട് പറയുക. ആ പ്രമാണം വിട്ടുപോയവനെ മാറ്റിയിട്ട് അടുത്ത പ്രമാണത്തിൽ നിൽക്കാൻ വേണ്ടി കൊടുക്കുന്നൊരു താക്കീതാണിത്, അല്ലേ? അതല്ലേ? ശരിയല്ലേ? മോശയോട് പറഞ്ഞ പ്രമാണങ്ങൾ അനുസരിക്കാതെ മോശ ധിക്കരിച്ചപ്പോൾ എന്ത് പറ്റി? മതി, നിന്റെ ലീഡർഷിപ്പ് മതി, ഇവിടെ വെച്ച് മതി. ഇവിടെ ലീഡർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പാപം ചെയ്താൽ ഇപ്പോഴും ലീഡർഷിപ്പിൽ തന്നെ ഉണ്ട്. കാര്യം എന്താ? അവർ ക്ഷമിച്ചു, ദൈവം ക്ഷമിക്കത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് പാപം ക്ഷമിക്കും? മനസ്സിലായോ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തോടെ കാണണം. മോശ, ദൈവപുരുഷനായ മോശ ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ട് വന്നപ്പോൾ ദൈവം പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ട് മോശയെ ആ ശുശ്രൂഷയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്തു? ഒരു പുതിയൊരു വ്യക്തി അപ്പോയിൻമെൻറ്റ് ചെയ്യുക. അപ്പോൾ അവരോട് ദൈവം പറയുന്ന ഭാഗമാണ് 1 മുതൽ നമ്മൾ വായിച്ചു പറഞ്ഞ 7-ാമത്തെ വാക്യം, അതിൻ്റെ മീറ്റായ ഭാഗമാണ്. ഇടത്തോട്ടോ, അത് ദൈവം പറയുന്ന ആ വാക്ക് കേൾക്കണം, എൻ്റെ ദാസനായ മോശ, അല്ലേ? അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? അതോ നിന്റെ ദാസൻ എന്നാണോ എഴുതിയേക്കുന്നത്? അപ്പോൾ ദൈവം അവനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്, എൻ്റെ ദാസനായ മോശ നിനക്ക് തന്ന പ്രമാണം വിട്ട് നീ ഇടത്തോട്ടോ. നമ്മളിപ്പോൾ എങ്ങോട്ടൊക്കെയാണ് പോണേ? ഇടം വല്ലോ ഉണ്ടോ ചായ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മോശയാണെങ്കിലും സാമ്പാറിനാണെങ്കിലും ഏത് പാസ്സാണെങ്കിലും ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം നീതിയോടെ ഇടപെടുന്ന ദൈവമാണെന്ന് ഇന്ന് പലക്കാലം നമ്മൾ മനസ്സിലാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. അടുത്ത വേദഭാഗത്തിലേക്ക് നമുക്ക് വരാം. മഴയുടെ ഇച്ചിരി പ്രയാസം ഉണ്ടെങ്കിൽ പോലും യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. യാക്കോബ് 4:4 വായിച്ചാട്ടെ. ആ വ്യഭിചാരിണി എന്നോ? അതെന്താണ്? എന്ത് പദമാണപ്പാ പറയുന്നത്? ആരായി വ്യഭിചാരി? ലോകസ്നേഹി. വ്യഭിചാരം എന്താ വ്യഭിചാരം? ലോകത്തെ സ്നേഹിക്കുക. സഭ ആരുടെയാ? സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാ. നിർമ്മല കന്യകയായി ജീവിച്ച് മണവാട്ടി പദത്തിൽ ചെന്നെത്തേണ്ട ആളാണ് സഭ. ആ സഭ ലോകത്തോട് ഇടകലരുമ്പോൾ ആരായി? ആത്മീക വ്യഭിചാരത്തിലേക്ക് പോകുന്നു. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിന്റെ സ്നേഹിതനാവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവായി മാറുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ പുറത്തു പോയുന്ന പോലെ ഒരു ആത്മമാരി നമ്മളിലേക്ക് ദൈവം അയക്കട്ടെ. നമ്മുടെ കുറ്റങ്ങൾ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ ഒരു വലിയ ആത്മനദിയിലേക്ക് ദൈവം നമ്മളെ ഇറക്കും ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യഭിചാരിണികളായുള്ളവരെ ഞാൻ ആദ്യം വിചാരിച്ച് യാക്കോബ് വിശ്വാസികളെല്ലാം കയറി വ്യഭിചാരി എന്ന് വിളിക്കല്ലോ. എന്താ കാര്യം? ലോകസ്നേഹത്തിന് പോയവരെ വിളിക്കുന്ന, അല്ല വേറെ ആരുമല്ല. ക്രിസ്തുവിനെ വിട്ടുപോയവരെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പോയവരെ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടവരെ, അവർ ആത്മീക വ്യഭിചാരികളാണ്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തെ പരീക്ഷിക്കരുതെന്ന വിഷയത്തിലേക്ക് ഞാൻ വരിക. അവരിൽ ചിലർ ദൈവത്തെ പരീക്ഷിച്ചതുപോലെ. സ്തോത്രം. സംഖ്യാപുസ്തകം 14-ന്റെ 22, 23, 24 വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് ബുക്ക് ഓഫ് ആക്ട്സ് 15-ന്റെ 10ഉം 11ഉം കൂടി വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ 10 പ്രാവശ്യം പരീക്ഷിച്ചു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടവർ 10 പ്രാവശ്യം പരീക്ഷിച്ചു. ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം. നമ്മൾ കണ്ടതിനേക്കാൾ എത്ര അത്ഭുതകരമായി ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടവരാണ് അവരെ. ആ കണ്ടവര് 10 പ്രാവശ്യം ദൈവത്തെ ദൈവം അക്കമിട്ട് പറയുക. അതാണ് അതിലെ അത്ഭുതം. നമ്മൾ വിചാരിക്കും ദൈവം കാണുന്നില്ലെന്ന്.
ഇപ്പോൾ ലോകം മുഴുവൻ ഈ ക്യാമറ കൊണ്ടുവന്ന് നിറച്ച് വെച്ചിരിക്കുക. അല്ല, വാടക്കടയിൽ ചെന്നാലും അവിടെയും ക്യാമറ, ബാങ്കിൽ ചെന്നാലും അവിടെയും ക്യാമറ. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും നിലയിൽ കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ അപ്പം ക്യാമറ കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക, എന്നിട്ട് പിടിച്ചങ്ങ് ലോക്ക് ചെയ്യുക. അവരെ ഒരു രക്ഷയില്ല, പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ. പക്ഷേ ഏതെങ്കിലും തോട്ടത്തിൽ ക്യാമറ ഉണ്ടായിരുന്ന ആരെങ്കിലും അറിഞ്ഞോ? യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത പദം ആകാത്തവരെയും, നിൽക്കട്ടെ പോലെ, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു ക്യാമറ. സാംബാസിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, കൊച്ചുമേരി സൗകര്യം നോക്കുന്നു, ഭാഷണം നോക്കുന്നു, നമ്മളെല്ലാവരെയും നോക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ജീവിത രീതികൾ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഭയപ്പെടുന്നത് ക്യാമറയൊന്നുമല്ല. നമ്മളെവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ക്യാമറയെ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡാണ്. എന്ത് ക്യാമറ അല്ലേ? ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ കടയിൽ ചെന്ന് വല്ലതൊക്കെ എടുത്ത് മാറ്റി വെച്ച് കള്ളത്തരം കാണിക്കുന്നവനെ പേടിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആത്മീകമായി വചന വ്യവസ്ഥ വിട്ടു പോയാൽ ക്യാമറ ഒപ്പിയെടുത്തിട്ട് എന്ത് ചെയ്യും? നമുക്കതിനെതിരെയുള്ള പണിഷ്മെൻറ്റ് കർത്താവ് തരാനിടയായിത്തീരും. ദൈവത്തെ പരീക്ഷിക്കരുത് ആരും. ഈ പരീക്ഷിക്കരുതെന്നുള്ള വിഷയം പ്രവൃത്തി, നമ്മളിവിടെ നിങ്ങളുടെ അതിൽ നോക്കിയേ, പ്രവൃത്തി 15 വാക്യം ഉണ്ടാകുന്ന വായിച്ചാരെങ്കിലും. ആ എന്ത് മനസ്സിലായെന്ന് പറഞ്ഞു പറഞ്ഞു. നമ്മൾ വായിച്ചു നമ്മൾ വായിച്ചു. അല്ല ആ വായിച്ച വാക്യത്തിലുണ്ടല്ലോ സത്യം. ആകയാൽ നമുക്കും, ആ വാക്യം ഒന്ന് പഠിക്കണമല്ലോ നമ്മൾ. നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഏതായി മുഖം? ഇവർ പറയട്ടെ, കേട്ട് പറഞ്ഞാണോ ഈ പറയുന്നത്? എന്നാണ് അത് മനസ്സിലാക്കിയിട്ട് പറയാണോ അതോ കേട്ട് പറഞ്ഞാണോ? അല്ലല്ലോ. ന്യായപ്രമാണം ഒരു മുഖമാണ്. ഈ മുഖമാണ് എല്ലാവരുടെയും കഴുത്തിലോട്ട് കെട്ടിവെച്ച് കൊടുക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന രാമകൃഷ്ണനും മുഹമ്മദും ഒക്കെ ഈ മുഖം വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. മനസ്സിലായോ? ഒന്നുകൂടി തെളിയിച്ച് പറഞ്ഞു തരാം. ക്രിസ്തുവിൻ്റെ പ്രമാണം പഠിപ്പിക്കണം, മോചന പ്രമാണമല്ല പഠിപ്പിക്കേണ്ടത്. നമുക്കും നമ്മുടെ പിതാക്കന്മാരെന്ന് പറയുമ്പോൾ അവർ ഇസ്രായേൽ മക്കളാണ്. ആര്? ശിഷ്യന്മാർ. അപ്പോൾ അവർക്കും യഹൂദന്മാരായ ശിഷ്യന്മാർക്കും അവിടെ പിതാക്കന്മാരായ യഹൂദന്മാർക്കും ചുമക്കാൻ കഴിയാത്തൊരു പ്രമാണമായിരുന്നു ന്യായപ്രമാണം. അതിപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് വരുന്നതിൻ്റെ തലയിലോട്ട് കെട്ടിവെച്ചിട്ട് നീ ഇത് ചുമന്നോടാന്ന് പറയുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? മനസ്സിലാവുന്നു? ഹൃദയം കിടക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനമാണ് വായിച്ചത്. മോശയുടെ പ്രമാണം വായിക്കുമ്പോൾ മൂടുപടം വീഴുക. മൂടുപടം തലമണ്ടയ്ക്കല്ല വീഴുന്നത്, ഹൃദയത്തിൻ്റെ കണ്ണ് കുരുടായി പോവുക. വചനം വായിച്ചാൽ പഠിക്കാൻ പറ്റത്തില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. ആ വചനത്തിൻ്റെ സത്യം ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഒരു പുതിയ നിയമവചനത്തിൻ്റെ ഒരു ഉപദേശം വായിച്ചാൽ അത് തെളിഞ്ഞു കിട്ടുന്നില്ല. കാരണം എന്താ? മൂടുപടം വീട് കിടക്കുക. നമുക്ക് നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മൂടുപടമായ മുഖം ന്യായപ്രമാണമാണ്. ആ വ്യവസ്ഥതയിൽ നിന്ന് ദൈവസഭ വിട്ടുപോന്നേ മതിയാകൂ. അല്ലെങ്കിൽ ദൈവത്തെ പരീക്ഷിക്കുന്നത്. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ആ വാക്യം അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ബുക്ക് ഓഫ് ആക്ട്സ് 15:10-11 നമുക്ക് നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടുള്ള മുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ, രക്ഷിക്കപ്പെട്ട് വരുന്നവരുടെ കഴുത്തിൽ എന്ത് ചെയ്യുക? വെച്ചു കൊടുക്കുക. 119 സങ്കീർത്തനം കാണാതെ പഠിച്ചാൽ അവൻ എന്ത് ചെയ്യുക? ക്യാഷ് അവാർഡ് 5000. കൊലോസ്യലേഖനം 3-ാം അധ്യായം. അതൊക്കെ ആർക്ക് വേണം? കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ വാക്യമൊക്കെ ആർക്ക് വേണം? 119 സങ്കീർത്തനം ഇങ്ങനെ കിടക്കുകയല്ലേ. ഞാൻ സങ്കീർത്തന വിരോധിയൊന്നുമില്ല. അല്ല പറയുക, അത് ഒരു ജനതയ്ക്ക് കൊടുത്ത പ്രമാണമാണത്. നമ്മളത് അങ്ങനെ പഠിക്കുന്നു. അതിന് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ നമുക്കുള്ള പ്രമാണം ഗലാത്യർ 6:2 തമ്മിൽ ഭാരങ്ങളെ ചോപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം എന്ന് വർത്തിക്കണം. എൻ്റെ പോയിന്റ് അവിടെ വരുന്നത്. അത് വരാതെ നമ്മൾ പഴയ നിയമം പഠിപ്പിക്കുമ്പോൾ, ഇവിടെ ബുക്ക് ഓഫ് ആക്ട്സ് എഴുതിയ ലൂക്കോസ് അദ്ദേഹം പറയുകയാണ്,
ദൈവത്തെ പരീക്ഷിക്കുക. ദൈവത്തെ പരീക്ഷിക്കുക. ദൈവത്തെ പരീക്ഷിച്ച ജനം എന്തു പറ്റി? മരുഭൂമിയിൽ പട്ടുപോയി. അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. ആ നിലയിൽ ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കും. അല്ലാതെ മരിച്ചു കഴിയാൻ നേരത്ത് ഒരു ബോസ് കൊണ്ടുവന്നിട്ട് ചായ മരിച്ചു, വെയ്യൂല ദേശത്ത് പോയി, അതതിൻ്റെ അടിയിലെടുക്കുന്നത് എന്താണെന്നറിയോ? അടുത്ത 16-ാം തീയതി 3 ദിവസം കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കും. 16-ാം തീയതി അല്ല, അങ്ങനെയല്ല, യാത്രയായിപ്പോൾ നടക്കുക. എടാ, പുള്ളി പോയപ്പോൾ ഒരിക്കിട്ടത്തോടെ ശ്വാസത്തോടെ പുള്ളി പോയി. ഒന്നിൽ യാതന സ്ഥലത്തോ പറ, അല്ലെങ്കിൽ അല്ല യാതന സ്ഥലം, യാതന സ്ഥലം വിശ്രാമ സ്ഥലത്ത് അവിടെ പോയി. ഇവരിപ്പോൾ യാത്രയൊന്നും അയക്കണ്ട, അത് പോകാനുള്ളടത്ത് പോയി. പിന്നെ യാത്ര ഇപ്പം എന്തിനു വേണ്ടിയുള്ളതാണ്? നല്ല സുഖമായൊരു കവറൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിൽ 10 ചക്രമൊക്കെ പാസുമാർക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ട് ഞാനിതിനൊക്കെയാണ്. നല്ല വേറൊന്നുമില്ല. ഏതാ തെറ്റാണോന്നോ? അവരവരുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കണം. എനിക്ക് അറിയത്തില്ല. ആ സ്തേഫാനോസിനെ അടക്കിയാൽ പോട്ടെ. സ്തേഫാനോസ് അടക്കിയെങ്കിൽ സ്തേഫാനോസിനെ അടക്കിയെങ്കിൽ സ്തേഫാനോസിൻ്റെ ദർശനവും അവൻ്റെ വ്യവസ്ഥയും ദൈവമായിട്ടുള്ള ബന്ധം അതേപോലെ ആയിരുന്നു. ഇന്ന് അതുപോലെ അല്ല വ്യക്തികൾ. നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഡോണ്ട് ടോക്ക് മോർ. ഇപ്പോൾ വേണ്ട, അത് പിന്നീട് ഒരു സബ്ജക്റ്റായിട്ട് പറയാം നമുക്ക്. സ്തേഫാനോസിനെ പോലെ ഇന്നത്തെ പാസ്റ്റർമാർ നിങ്ങൾ കൂട്ടരുത്. അതെ, അടക്കം ചെയ്തു, ശരി. ഞാൻ അടക്കം ചെയ്തതിനല്ല പറഞ്ഞത് സഹോദരൻ, ഞാൻ അടക്കം ചെയ്തതിനല്ല പറഞ്ഞത്. ആ എഴുതി വെച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ. നല്ലപോലെ കൊടുത്തു, ഓട്ടം തേച്ചു, വിശ്വാസം കാഴ്ചു, വെയ്യൂല ദേശത്ത് പോയി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തമായ രേഖ ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മയെക്കുറിച്ച് അങ്ങനെ എഴുതി വെച്ചെന്ന്. ഞാനിക്കൊണ്ട് വല്ലതും പറയണോ? ഞാൻ എൻ്റെ അമ്മ പോയത് എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയാം. കാരണം അവർ രക്ഷിക്കപ്പെട്ടവരല്ല, അവർ സ്ഥാനപ്പെട്ടവരല്ല. എല്ലാവരും ഞങ്ങളെല്ലാം കൂടെ പിടിച്ച് വെള്ളത്തിൽ മുക്കിയവരെ. ജോസഫ് പാസ്റ്റർ അതിന് സാക്ഷിയാണ്. കാരണം അന്നത്തെ ആ അറിവിൻ്റെ പുറത്ത് എന്തായിരുന്നറിയോ? സ്ഥാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്ത് പോയി മിഥ്യയായ ചിന്ത. അതുകൊണ്ട് എല്ലാവരും കൂടി പിടിച്ച് മുക്കി. അവരും എന്നോട് ചോദിക്കുക, നിങ്ങളെല്ലാം കൂടി എല്ലാം പിടിച്ച് മുക്കിയതല്ലേ? അങ്ങനെയുണ്ട്. അപ്പോൾ ആ പാപക്കടം കൂടി ഇപ്പം ഞാൻ മുടക്കേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു മാറ്റണം. അത് ഞാനും അതിൽ ഇൻവോൾവാണ്. ഒരു വ്യക്തി സ്ഥാനപ്പെടുന്നത് എങ്ങനെയാണ്? അവൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടാകണം? പത്രോസിൻ്റെ 1-ാം പ്രസംഗം എന്താ? റിപ്പൻറ്റൻ്റ് ആൻഡ് ബാപ്റ്റിസം. മാനസാന്തരപ്പെട്ട് സ്ഥാനപ്പെടണം. കഷ്ടത മാറ്റി, കടം മാറ്റി, വിസ മേടിച്ചു കൊടുത്ത്, ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് കൊണ്ടുവന്ന് കൂട്ടം വെച്ച് പാട്ടും പാടിച്ചിട്ട് അവനെ കൊണ്ടേ മുക്കുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? മാനസാന്തരം ഉണ്ടാകണം. മാനസാന്തരം എന്താ? പണ്ട് ഒരു മനുഷ്യനെ കുറിച്ച് പറയുമായിരുന്നു, പാസ്റ്റർമാർ പറയുമായിരുന്നു. അതായത് ഏഷ്യ തെരുവുകളിൽ പോയി അവരുമായിട്ട് ഇടപെടുന്ന ജീവിച്ചൊരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആ തെരുവിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു അഗസ്റ്റിൻ എന്നൊക്കെയാണ് പേര്. അഗസ്റ്റിൻ, അല്ലയോ അഗസ്റ്റിൻ, എന്താ ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ലേ? എന്താ ഇങ്ങോട്ട് വരുന്നില്ലേ? അപ്പം എന്തോ പറഞ്ഞു അഗസ്റ്റിൻ? ആ പഴയ അഗസ്റ്റിൻ മരിച്ചുപോയി. അതാ മാനസാന്തരം. അല്ല, ഞങ്ങളെ പരിചയത്തിൽ ഒരു സഹോദരനോട് രക്ഷിക്കപ്പെട്ടെന്നാണ് പറയണം. പുള്ളി തെക്കും തോപ്പിൽ കൂടെ നടന്നു പോകുമ്പോൾ ചീട്ട് കളിക്കുക. രക്ഷിക്കപ്പെട്ട സഹോദരൻ, സ്ഥാനപ്പെട്ടില്ല. പുള്ളി ഇങ്ങനെ പോയി കൈ നോക്കിയിട്ട് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരൻ അതടക്കില്ല ഇതടക്കം. അതല്ല മാനസാന്തരം. മാനസാന്തരപ്പെട്ടവൻ പിന്നെ ചീട്ട് കളിക്കുന്നിടത്ത് എന്താ സ്ഥാനം? പാപം ചെയ്യുന്നിടത്ത് എന്താ സ്ഥാനം? നമ്മൾ ഇതൊക്കെ ലഘൂകരിച്ച് കൊണ്ടുപോകുക. എൻ്റെ പൊന്നു സഹോദര, ഈ 5 പാപം ആര് ചെയ്താലും, പാസ്റ്റർ ചെയ്താലും, വിശ്വാസി ചെയ്താലും, ഇസ്രായേൽ മക്കൾ പട്ടുപോയതുപോലെ നമ്മൾ പട്ടുപോകും. അതുകൊണ്ട് ഈ ദണ്ണം എടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനല്ല, വേറൊന്നും കൊണ്ടല്ല. നമുക്കാരോടും വിരോധമൊന്നുമില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രമാണമനുസരിക്കാത്ത യഹൂദനെയും പ്രമാണമനുസരിക്കാത്ത ജാതിയെയും ദൈവം എന്ത് ചെയ്യും? ഒരേപോലെ ശിക്ഷിക്കും. അതിൽ നമ്മൾ പുതിയ നിയമസഭയ്ക്ക് കൊടുത്ത ശിക്ഷ കഠിനമേറിയ ശിക്ഷയായിരിക്കും. എന്താ കാര്യം? രക്തത്താലുള്ള വീണ്ടെടുപ്പ്. ഞാൻ അടുത്ത വിഷയത്തിലേക്ക് വരിക. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പിറുപിറുക്കരുത്. അല്ല, പിറുപിറുപ്പിലേക്ക് വരുന്നു നമ്മളല്ലേ? പിറുപിറുപ്പിലേക്ക് വരുന്നു. സ്തോത്രം. നമ്പേഴ്സ് 11:1 ഞാൻ അത് വായിക്കണമെന്നില്ല. നമ്പേഴ്സ് 14:1 മുതൽ 4 വരെ ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. കരഞ്ഞു. അടുത്ത പിറുപിറുത്തു.
അപ്പൊ പിറുപിറുപ്പിന്റെ കൂടെ എന്താ വരുന്നേ? 10 അത്ഭുതം കണ്ടവര്, 10 അടയാളങ്ങൾ കണ്ടവര്, അത്ഭുതകരമായി സ്വർഗീയ മന്ന. ആ സങ്കീർത്തന ഭാഗം നിങ്ങൾ മറിച്ചു കളഞ്ഞോ? ആ മന്നയെക്കുറിച്ച് സങ്കീർത്തനത്തിൽ എഴുതിയിരുന്ന എന്താ? മന്നയെക്കുറിച്ച് സങ്കീർത്തനത്തിൽ എഴുതിയെന്താ? സ്വർഗീയ ഭോജ്യം. പിന്നെ അടുത്ത് ശക്തിമാന്മാരുടെ ഭക്ഷണം. നമ്മളിതുപോലെ തിന്നിട്ടുണ്ട്. ഈ ഗോഡൌണിൽ കിടന്ന പുഴുത്ത അരിയും ഇവന്മാർ വിഷം ഓടിച്ചുകൊണ്ട് പാണ്ടിക്കാർ കൊണ്ടുവന്ന് പച്ചക്കറിയും തിന്ന് ചാകാനിരിക്കണം. നമ്മൾ ഇതുപോലെ തിന്നിട്ടുണ്ടോ? ഇസ്രായേൽ മക്കൾ തന്നെ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അതൊക്കെ ഭക്ഷിച്ച ആൾക്കാരോടാണ് ഈ വചനത്തിൽ പൗലോസ് പ്രബോധിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മളെ കാര്യം മനസ്സിലാക്കണം. ദൈവത്തെ അഭിമുഖമായി കണ്ട മോശ, ദൈവത്തിന്റെ പ്രമാണങ്ങൾ ഏറ്റുവാങ്ങിയ ഇസ്രായേൽ ജനം, അത്ഭുതകരമായി മരുഭൂമിയിൽ നടത്തപ്പെട്ട ജനം, അവർ പിറുപിറുക്കാൻ തുടങ്ങി, പരീക്ഷിക്കാൻ തുടങ്ങി. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. അവർ ദുർമോഹികളായി, അവർ വിഗ്രഹാരാധികളായി, അവർ പരസംഗം ചെയ്യുന്നവരായി, അവർ ദൈവത്തെ പരീക്ഷിച്ചു, അവർ പിറുപിറുത്തു. അവരെല്ലാം എന്ത് ചെയ്തു? മരുഭൂമിയിൽ പട്ടുപോയി. അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എന്നിട്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്, 1 കൊരിന്ത്യരിലെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. 1 കൊരിന്ത്യർ 10:11-12 ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഈ ബുദ്ധി ഉപദേശം എടുക്കാൻ മനസ്സുണ്ടോ? ഇന്ന് തൽക്കാലം ഈ ബുദ്ധി ഉപദേശം നമുക്ക് എടുക്കാൻ മനസ്സുണ്ടോ? അവർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ ആ ബുദ്ധി ഉപദേശം എടുത്തിട്ട് ഇന്ന് തൽക്കാലം ഈ പാപത്തിന്റെ പട്ടികകൾ പാസ്റ്റർ സാമിലുണ്ടെങ്കിൽ, നിങ്ങളിലുണ്ടെങ്കിൽ നമുക്കൊന്ന് മടങ്ങി വരാമോ? ഹല്ലേലൂയ! നമുക്കൊന്ന് മടങ്ങി വരാമോ? നമുക്കൊന്ന് യഥാസ്ഥാനപ്പെടാമോ? നമ്മൾ മസിൽ പിടിച്ചിരിക്കാതെ നമുക്കൊന്ന് യഥാസ്ഥാനപ്പെടാമോ? അനുഗ്രഹിക്കും, വിടിവിക്കും എന്നൊന്നും ഞാൻ പറയത്തില്ല. വെടിവെക്കും എന്ന് പറയും ഞാൻ. തമ്പുരാൻ സ്തോത്രം. എല്ലാവരും പറയുന്നൊരു പദമാണ് അനുഗ്രഹിക്കും. ദൈവം നിന്നെ വിടിവിക്കും. വിടിവിക്കില്ല, വെടിവെക്കും ദൈവം. സ്തോത്രം. പ്രമാണം അനുസരിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? വെടിവെക്കും ദൈവം. നമ്മൾ ദൈവത്തെ നിസ്സാരമായിട്ട് കാണുന്നത്. ഞാൻ അതിൽ നിന്ന് പുതിയ നിയമത്തിൽ പഠിച്ച വിധം, അപ്പം തിന്നവരും ഒഴിയണ്ണവരും ഒക്കെ പോയി, അത്ഭുതം കണ്ടവരൊക്കെ പോയി. ബാക്കി 11 12 പേരല്ലേ, 12 പേര് അവരിങ്ങനെ ചൊട്ടയൊക്കെ പൊട്ടിച്ചിങ്ങനെ നിൽക്കുക. ജഗത്ത് അവരോട് എന്താ പറഞ്ഞു കർത്താവ്? എന്താ സ്വഭാവം കാണാത്ത? ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6:1 എന്താ പറഞ്ഞു? യഹോവ ഇഷ്ടമായി ചെയ്തു. ദൈവം എന്ത് ചെയ്യുന്നവരെ അവരെന്ത് ചെയ്തു? ദൈവം മിഥ്യാനുടെ കയ്യിൽ ഏൽപ്പിച്ചു. പുതിയ നിയമത്തിൽ വരുമ്പോൾ പിശാചിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. തീർന്നില്ലേ? നമ്മൾ ഈ പ്രമാണം അനുസരിച്ചില്ലെങ്കിൽ ദൈവം പിശാചിന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കും. അപ്പം നമ്മൾ എന്തുണ്ടാവും? പാട്ടുണ്ടാവും, പ്രാർത്ഥനയുണ്ടാവും, പ്രസംഗം ഉണ്ടാവും, ഉപവാസം ഉണ്ടാവും, കൺവെൻഷൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ നിത്യത എന്ത് ചെയ്യും? കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതിനുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശു പോയതുപോലെ തിരികെ വരും. വാത്സല്യ ദൈവസഭയെ, ദൈവമക്കളെ, ലോകത്തെമ്പാടുമുള്ളവർ ഈ വചനങ്ങൾ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ! നമ്മൾ മാത്രമല്ല ഈ കേൾക്കുന്നത്, ലോകമെമ്പാടുമുള്ള ദൈവസഭ, ദൈവമക്കൾ ഈ വചനങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ 5 അക്ക പാപം എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ അംഗീകരിക്കയില്ലെന്ന് തന്നെ നമ്മൾ പഠിക്കണം. അവിടെ യാതൊരു എക്സസും പാടില്ല. അവിടെ യാതൊരു പഴുതുകളുമില്ല. അത്ഭുതം കണ്ടവർ, അടയാളം കണ്ടവർ, രോഗിസൗഖ്യം, ഭൂതം പോയവര്, വലിയ വീര്യപ്രവൃത്തികൾ യേശു കർത്താവിന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ച ജനം, ഉപദേശം ശക്തിപ്പെടുത്തിയപ്പോൾ ഇത് കഠിനമാക്കെന്ന് പറഞ്ഞവര് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചിന്തിച്ചു, ഞങ്ങളോടെങ്കിലും ഒരു മൃദുല സമീപനം തമ്പുരാൻ കാണിക്കുമെന്ന്. കാണിച്ചില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്കും പോകാം, അവരുടെ പിറകെ നിങ്ങൾക്കും പോകാം. അപ്പോഴാണ് ദർശനമുള്ള പത്രോസ് പറയുന്നത്. പത്രോസിനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ സന്തോഷമുള്ളത്, തെറ്റ് ചെയ്തിട്ട് ഇടിച്ച് നിലവിളിച്ച് കരഞ്ഞ് യഥാസ്ഥാനപ്പെട്ട പത്രോസ്. അതാണ് പത്രോസിൻ്റെ ക്വാളിറ്റി. ആ പത്രോസാണ് പറയുന്നത്, ഗുരു നിന്നെ വിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. നിന്നെ വിട്ട് ഞങ്ങൾ ഒരിക്കലും പോകുകയില്ല. പോകേണ്ട സ്ഥിതിഗതികൾ വന്നെങ്കിൽ പോലും അവൻ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിനോട് കൂടുതൽ അടുത്ത് ഒരു കാര്യം പത്രോസിനെ കുറിച്ച് തറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും വലിയ അത്ഭുത ശുശ്രൂഷ, ഏറ്റവും വലിയ മറക്കൽ ക്രൂസോട് ചെയ്തത് പത്രോസാണ്. നീഴൽ തട്ടി രോഗികളെ സൗഖ്യമാകുവാൻ ദൈവം അസാധാരണ പിന്മാറ്റത്തിലേക്ക് പോയ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. കാരണം
അവൻ്റെ മടങ്ങി വരവ്, അവൻ്റെ യഥാസ്ഥാനപ്പെടൽ. എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ നിങ്ങളോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, നിങ്ങൾ സ്ഥാനപ്പെട്ടവരാണ്, നിങ്ങൾ പരിശുദ്ധാംശം പ്രാപിച്ചവരാണ്, എല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ അഞ്ചൊക്കെ പാപമുണ്ടോ? ഇന്ന് തൽക്കാലം ഈ പാപമുണ്ടെങ്കിൽ പാപം ഏറ്റുപറയാൻ നമുക്ക് കഴിയുമോ? മാനസാന്തരപ്പെട്ടു വരാൻ കഴിയുമോ? ലവോദിക്ക എന്നുള്ള 7 സഭയുടെ ദൂത് വെളിപ്പാട് പുസ്തകം 1-3 അധ്യായത്തിൽ കിടപ്പുണ്ട്. അവസാനത്തെ സഭ ലവോദിക്കയാണ്. കർത്താവിൻ്റെ വരവിന് മുൻപുള്ള ഒരു കൂട്ടത്തെയാണ് ലവോദിക്ക കാണിക്കുന്നത്. ആ ലവോദിക്കയോട് കർത്താവ് പറയുന്നത് മാനസാന്തരപ്പെടുക. അതുകൊണ്ട് ഞാനും നിങ്ങളും മാനസാന്തരത്തിനായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, അറിഞ്ഞും അറിയാതെയും. ദാവീദ് പറയുന്നു, സ്വമേധ പാപങ്ങളെ അടിയനെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുത്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് അത് മറന്നുപോയാൽ ദൈവം അത് കണക്കിടുമെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ ആ പാപത്തിൻ്റെ ശിക്ഷ നമ്മുടെ മേൽ ദൈവം വാഴുവാനിടയാക്കി തീർക്കും. അതുകൊണ്ട് ആ അനുഭവം നമുക്ക് ആർക്കും ഉണ്ടാകരുത്. ഏതെങ്കിലും കുറ്റങ്ങൾ കുറവുകളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ ചെറിയ സന്ദേശം, ഈ പൗലോസ് പറഞ്ഞ ഈ ചെറിയ സന്ദേശം നമുക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ, അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് വിവരങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.